ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രചരണ മുദ്രാവാക്യം മാറാത്തത് മാറുമെന്നായിരുന്നു. ഇപ്പോൾ കാണുന്നുണ്ടോ അങ്ങ്? എന്താണ് കാണുന്നുണ്ടോ എന്ന് പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? പക്ഷേ മാറിയില്ലല്ലോ. ഈ വെള്ളപ്പൊക്കം ഇതാ 1 മണിക്കൂർ മഴ പെയ്തതേ ഉള്ളൂ. മുട്ടറ്റം വെള്ളമാണ്. മുട്ടറ്റം വെള്ളം ഇല്ലാതെ പിന്നെ ഈ കാലത്ത് ഇതിനു മുമ്പ് ഇവിടെ വെള്ളമില്ലായിരുന്നാ? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ? 4 മാസം കൊണ്ട് ഈ കഴിഞ്ഞ 40-50 കിലോമീറ്റർ മൈനർ ഇറിഗേഷന്റെയും മേജർ ഇറിഗേഷന്റെയും കയ്യിലിരിക്കുന്ന തോടുകൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ അതിന് കോർപ്പറേഷന്റെ ഓർഡറുകളൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി. ഇനി മറ്റുള്ള മുഖ്യമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റും ഇടപെട്ടുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുഴുവനും ആ പ്രശ്നം അവസാനിപ്പിച്ചാൽ മാത്രമേ വെള്ളക്കെട്ട് മാറുള്ളൂ. വർഷങ്ങളായ അശാസ്ത്രീയമായ കൺസ്ട്രക്ഷനൊക്കെയാണ് ഉള്ളത്. ഞങ്ങൾ 4 മാസം ഭരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 4 മാസം കൊണ്ട് മാറും. അപ്പോൾ 4 മാസം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ ശ്രീ വി രാജേഷ്? 4 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്തത്? ഞങ്ങൾ ഓരോ സമയം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഓടകളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. മൈനർ ഇറിഗേഷന്റെ മേജർ ഇറിഗേഷന്റെ തോടുകളാണ് കിടക്കുന്നത്. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, താങ്കളുടെ മാധ്യമ പ്രവർത്തകരെ വിട്ടിട്ട് ഈ തോടുകളുടെയൊക്കെ മൈനർ ഇറിഗേഷന്റെ തോട് ഏതാണ്, മേജർ ഇറിഗേഷന്റെ തോടാണ് ഏതാണ്, PWD വൃത്തിയാക്കിയിട്ട് എവിടെയൊക്കെയാണ്, ഇതിലൊക്കെ ആത്യന്തികമായിട്ട് പരിഹാരം കാണാൻ വലിയ വലിയ പ്രോജക്റ്റുകളുണ്ട്. ഞങ്ങൾ അതിന്റെ ചർച്ചയിലാണ്. ഒരു മഴ നമുക്കറിയാം. ഇപ്പൊ 1 മണിക്കൂർ അടുപ്പിച്ച് മഴ പെയ്തപ്പോ സ്ഥിതി ഇതാണ്. ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ശ്രീ വി രാജേഷ്? ഉത്തരവാദിത്വം ആർക്കാണെന്ന് ഇത്രയും കാലം വാർത്ത വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 1.5 മാസം കോർപ്പറേഷന്റെ 101 വാർഡുകൾ ഞങ്ങൾ ഒരു 102 കോടി രൂപ ചെലവാക്കി അതിന്റെ ഓടകളൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി. പിന്നെ ഇതെല്ലാം സംസ്ഥാന സർക്കാരിലേക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അതറിയില്ലേ നിങ്ങൾക്ക്? മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ അവരെ മേധാവികളെ വിളിക്കണം. അവരും വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ എല്ലാം റോഡിന്റെ അവസ്ഥ. അയ്യോ വണക്കം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, ഇനി ഇങ്ങോട്ട് മാറിയിരുന്നോ എന്ന് മാത്രമാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ആ ലേഖികയോട് എനിക്ക് പറയാനായിട്ടുള്ളത്. സംഭവം വേറൊന്നുമല്ല, ഒന്ന് ആളാവാനായിട്ട് ശ്രമിച്ചതാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ മേയറായിട്ടുള്ള വി രാജേഷിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം കാര്യങ്ങൾ വളരെ പഠിച്ചു മാത്രമാണ് പറയുന്നത്. അത് വളരെ വലിയൊരു ക്വാളിറ്റിയാണ്. കാരണം ഇമാതിരി കുത്തിത്തിരിപ്പുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് നേരിടാൻ ഇത്തരത്തിൽ ആ അറിവുകൾ ഉപകരിക്കുമെന്നുള്ളതാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവ് തന്നെയാണ്. ഈ കഴിവെന്ന് പറയുന്നത് മാനവും പൊത്ത് വാരിയും പൊത്ത് വന്നിറങ്ങുന്ന ആൾക്കാർക്ക് കിട്ടില്ല. അതായത് ഇന്നലെ വരെ കൊടിയും പിടിച്ച് പാർട്ടിക്ക് വേണ്ടി തേരാപ്പാര നടന്നിട്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചിട്ട് ഇന്ന് എങ്ങനെയോ ഒരു മേയറായപ്പോൾ ആര്യ രാജേന്ദ്രന് കിട്ടാതെ പോയ സംഭവം അതാണ്. പക്ഷേ വി രാജേഷ് അങ്ങനെയല്ല. വി രാജേഷ് BJPയിലൂടെ വളർന്ന് BJPയിലൂടെ പ്രവർത്തിച്ച് തിരുവനന്തപുരത്ത് അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ കൗൺസിലറായി 2 വട്ടം ജയിച്ചു വന്ന് കോർപ്പറേഷനിലെ മുക്കും മൂലയും എല്ലാം പഠിച്ച് കോർപ്പറേഷനിലെ ഓരോ അഴിമതികൾ എണ്ണിപ്പിറക്കിയെടുത്ത് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിലിട്ട് അലക്കി ആ അഴിമതികൾ കൊണ്ടുവന്നാൽ മാത്രം പോരാ. ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ അഴിമതികൾ നുള്ളിപ്പിറക്കി എടുത്തുകൊണ്ട് വരും. ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി പറയുകയാണ് ഖത്തം, പെട്രോൾ തീർന്നു രാജ്യത്ത് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടരും. അവിടെയാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഈ പുഞ്ചിരി വിടരുമ്പോൾ ഈസി ആയിട്ട് BJPക്ക് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും. കണ്ടോ, രാജ്യത്ത് പെട്രോൾ തീർന്ന് രാജ്യം ഒരു ദുരിതത്തിൽ പോകുമ്പോൾ വേട്ടാവളയെ സന്തോഷിക്കുകയാണ് എന്ന് BJPക്ക് പറയാൻ സാധിക്കും. മറിച്ച് പെട്രോൾ തീരുകയാണ്, ഞങ്ങളുടെ സർക്കാരായിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്തേനെ എന്ന് പറഞ്ഞ് ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിച്ചിരുന്നുവെങ്കിൽ ഇയാൾ വേറെ ലെവല് പോകുമായിരുന്നു. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. അതൊന്നും പറയാനുള്ള ബുദ്ധി ആ പാവത്തിനില്ലല്ലോ എന്ന് കരുതി നമുക്ക് ആശ്വസിക്കാം. എന്തായിരുന്നാലും വി രാജേഷ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട്, അതായത് വി രാജേഷിനോട് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വി രാജേഷ് കറക്റ്റായിട്ട് കാര്യങ്ങൾ എണ്ണി ചോദിക്കും. അതായത് തിരുവനന്തപുരം നഗരത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, പിന്നെ ഒരു പട്ടി എങ്ങാനും ആരെങ്കിലും കടിച്ചെങ്കിൽ, നഗരത്തിൽ ആരെങ്കിലും ഒന്ന് ഒലിച്ചു പോയെങ്കിൽ, മഴ പെയ്ത് വെള്ളം പൊങ്ങിയെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാധ്യമപ്രവർത്തകർ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഇലക്ഷന് മുമ്പ് VD സതീശൻ UDF ഭരണത്തിൽ വരുന്നതിന് മുമ്പ് വി രാജേഷ് ആയിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളുടെ സ്ഥിരം വേട്ടമൃഗം എന്ന് പറയുന്നത്. ആ ഒരു രാഷ്ട്രീയ പക്വത കൊണ്ടും ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടും വി രാജേഷ് പല ചോദ്യങ്ങളെയും കൃത്യമായിട്ട് വി രാജേഷ് ടാക്കിൾ ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള യാതൊരു വികാര വിക്ഷോഭങ്ങളുമില്ല. അദ്ദേഹത്തിനോടൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേട്ടതാണ്, ബീഫിൻ്റെ കാര്യത്തിൽ എന്താണ് താങ്കളുടെ നിലപാട്? താങ്കൾ ബീഫ് ഉപയോഗിക്കുന്ന ഒരാളാണോ? നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വരെ അതിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് പറയുമ്പോൾ വി രാജേഷ്
ഒറ്റ വാക്കിൽ ആ മാധ്യമപ്രവർത്തകൻ്റെ വാ അടപ്പിക്കും. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല സംസ്ഥാന അധ്യക്ഷനെ മീതി ഞാനത് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവിടെയാണ് വി രാജേഷിൻ്റെ കഴിവെന്ന് പറയുന്നത്. മാധ്യമങ്ങളെ ഡീൽ ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, അത് വെറും ഫ്ലെക്സിബിലിറ്റി മാത്രം പോരാ, എങ്കിൽ പാർട്ടി സെക്രട്ടറി ആയി പോകും. ആ ഫ്ലെക്സിബിലിറ്റിയുടെ കൂടെ കൃത്യമായിട്ടുള്ള അറിവും വേണം. അറിവും കൂടെ ഉണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം വി രാജേഷ് നന്തങ്കോട് ഒരുപാട് ഒഴിപ്പിക്കലുകളൊക്കെ നടത്തിയപ്പോൾ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് അങ്ങിങ്ങ് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM ഗുണ്ടകളെയൊക്കെ അടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒഴിപ്പിക്കലുകൾ നടത്തിയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർ ഒന്ന് വി രാജേഷിനോട് ചോദിക്കുന്നുണ്ടോ, അവിടെ നിങ്ങൾ ഒഴിപ്പിച്ചപ്പോൾ അവിടെ കൃഷി നശിച്ചു എന്ന് കേട്ടല്ലോ. വി രാജേഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് കൃഷിയാണ് നശിച്ചത്? ഉടനെ മാധ്യമപ്രവർത്തകർ നമ്മുടെ സലീം കുമാർ കാണിക്കുന്നത് പോലെ ഇങ്ങനെ 2 എക്സ്പ്രഷൻ ഇട്ടിട്ട് വാഴ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഓടയിലാണോ വാഴ കൊണ്ട് നടുന്നത് എന്നാണ് വി രാജേഷ് തിരിച്ചു ചോദിച്ചത്. ഇതാണ് കൃത്യമായിട്ടുള്ള അറിവിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അറിവുണ്ടെങ്കിൽ, അതായത് നമ്മൾ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാമെങ്കിൽ ഇതെല്ലാം നടക്കുമെന്നുള്ളതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ ആളാണെന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്ന മുമ്പേ അദ്ദേഹം പഠിക്കും. അടി കിട്ടാൻ സാധ്യതയുള്ള വഴി ഏതാണ്, അടി വരാൻ സാധ്യതയുള്ള വഴി ഏതൊക്കെയാണ്, അടി വരുമ്പോൾ ഇറങ്ങി ഓടേണ്ട വഴി ഏതൊക്കെയാണ് എന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഈ മാധ്യമപ്രവർത്തകയോട് വി രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. മേജർ ഇറിഗേഷൻ്റെ കയ്യിലിരിക്കുന്നതും മൈനർ ഇറിഗേഷൻ്റെ കയ്യിലിരിക്കുന്നതുമായിട്ടുള്ള പല ഓടകളുമുണ്ട്. ഇതൊക്കെ അവർ വൃത്തിയാക്കാതെ ഞങ്ങൾ ഈ കാര്യങ്ങൾ വെറും 4 മാസം കൊണ്ട് ചെയ്യണമെന്ന് പറയുന്നത് നീതിയല്ല എന്ന് വി രാജേഷ് പറയുന്നുണ്ട്. അദ്ദേഹം വളരെ ഗംഭീരമായിട്ടാണ് അത് ടാക്കിൾ ചെയ്തത്. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും, ഇതിന് സമയം വേണം. അതായത് സമയം എന്ന് പറഞ്ഞ 4 മാസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞാൽ അത് കൂടുതലായി പോകും. പക്ഷേ വി രാജേഷ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ പാളയം മാർക്കറ്റിനകത്തൊക്കെ കയറി അവിടെയുള്ള CPM ഗുണ്ടകളെയൊക്കെ കൈകാര്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ TMC എങ്ങനെയാണ് അവിടെ CPM ഗുണ്ടകളെ അടിച്ചോടിക്കുന്നത്, അതുപോലെയാണ് പാളയം മാർക്കറ്റിനകത്ത് CPM ഗുണ്ടകൾ അവിടെ തൊഴിലാളികളെ നേരിടുന്നത്. അതായത് അവിടെ കച്ചവടം നടക്കണമെങ്കിൽ ഇവർക്ക് ദിവസ വാടക കൊടുക്കണമെന്നുള്ളതാണ്. എന്തൊരു അനീതിയാണെന്ന് നോക്കി. നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിൻ്റെ തുമ്പിലാണ് നടക്കുന്നത്, ഇത്രയും കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിനകത്ത് കയറി ഇവരെല്ലാം കയ്യൂക്കിൻ്റെ ബലത്തിലല്ല, CPMന് അത് മാത്രമേ അറിയാളൂ. അതായത് യുവമാരുടെ എന്തെങ്കിലും ടാക്കിൾ ചെയ്ത് കാരണം ഒരു കാര്യം പറഞ്ഞ് CPMനെ അത് എതിർത്ത് CPMന് അതിന് മറുപടി ഇല്ലെങ്കിൽ കയറി അടിയുടെ ഗോപാല എന്ന ഇത് മാത്രമേ യുവമാർക്ക് അറിയാലൂ. കയ്യൂക്കിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോകാനേ അവർക്കറിയാം. പക്ഷേ വി രാജേഷ് അങ്ങനെയല്ല. ആ വീഡിയോകളെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ വീഡിയോയിൽ ഓരോ ആൾക്കാർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും വി രാജേഷ് തിരിച്ച് ചോദ്യം ചോദിച്ച് അവരെ ഉത്തരം മുട്ടിക്കുന്ന കാഴ്ച. ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറങ്ങി പോവുക എന്നുള്ളത് മാത്രമേ. അപ്പോൾ ഇനി പോവാമല്ലോ എന്ന് പറഞ്ഞ് ഇവരെല്ലാം, അതായത് ഗുണ്ടകളെ നാക്കിൻ്റെ ബലത്തിൽ ഇറക്കി വിടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ JCB കൊണ്ടുവന്ന് അവിടെ മുഴുവൻ ക്ലീൻ ചെയ്ത് നാട്ടുകാർക്ക് ആ മാർക്കറ്റ് ഒന്ന് ഫ്രീ ആയിട്ട് കയറി അതിനകത്തൊന്ന് ശ്വാസം വിടാനുള്ളൊരു സൗകര്യം വി രാജേഷ് ഉണ്ടാക്കി കൊടുത്തു. വിഴിഞ്ഞത്തോട്ട് ചെന്ന് അവിടെയുള്ള മുസ്ലിംസിൻ്റെ ഇടയിൽ നിന്നാണ് പറയുന്നത്, അവരാണ് പരാതി പറയുന്നത്, ഈ ഹോട്ടലിൽ നിന്ന് മാലിന്യം ഇങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്, ഞങ്ങൾക്കിത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. വി രാജേഷ് നൈസായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞ് അവസാനം നിങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇതാ ഞങ്ങളെ കുത്തുന്നേ തട്ടുന്നേ വെട്ടുന്നേ എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞില്ല, സാറ് ചെയ്തോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, സാറ് ചെയ്തു. അത് കഴിഞ്ഞ് മേയർ കെയർ എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങിയിരിക്കുകയാണ്. അത് കോർപ്പറേഷൻ്റെ പൈസയല്ല എന്നാണ് പറയുന്നത്. കോർപ്പറേഷൻ്റെ പൈസ പോലും എടുക്കാതെ മേയർ കെയർ എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങി തലസ്ഥാനത്തെ എല്ലാ കുട്ടികളും, അതായത് ഒരു കുട്ടി പോലും പാഠപുസ്തകം ഇല്ലാത്തതിൻ്റെ പേരിൽ, അതായത് സ്കൂൾ ബാഗ്, പെൻസിൽ, ബുക്ക് ഇതൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ പഠിക്കാതിരിക്കരുത് എന്നുള്ളതിൻ്റെ പേരിൽ പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. അപ്പം കം ടു ദ പോയിന്റ്, നമുക്ക് തിരിച്ചു വരാം. ഈ മേജർ ഇറിഗേഷനും മൈനർ ഇറിഗേഷനും എന്താണ് ഈ സംഭവം? മേജർ ഇറിഗേഷൻ ആൻഡ് മൈനർ ഇറിഗേഷൻ, ഇവരുടെ കയ്യിലിരിക്കുന്ന ഓടകൾ ഇവർ വൃത്തിയാക്കണം. ഞങ്ങളുടെ ഓടകളൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞു എന്നാണ് വി രാജേഷ് പറഞ്ഞത്. എന്താണ് ഈ മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ? അതായത് നഗരത്തിലെ ചില വലിയ തോടുകളുണ്ട്. ഈ വലിയ തോടുകളും ഡ്രെയിനേജ് ചാനലുകളും നഗരസഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അവയിൽ ചിലത് സംസ്ഥാന സർക്കാരിൻ്റെ ജലസേചന വകുപ്പുകളുടെ നിയന്ത്രണത്തിലാണുള്ളത്. ഈ ജലസേചന വകുപ്പുകളുടെ നിയന്ത്രണത്തിലുള്ള മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ രണ്ടായിട്ട് നമുക്ക് തരം തിരിക്കാം. മൈനർ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ തോടുകൾ, കനാലുകൾ, ചെറുകിട ജലസേചന സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് മൈനർ ഇറിഗേഷൻ. അപ്പോൾ ഞാൻ ഇനി മേജർ ഇറിഗേഷൻ എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കനാലുകൾ, അണക്കെട്ടുകൾ, പ്രധാന ജലപാതകൾ എന്നിവ നോക്കുന്ന വകുപ്പാണ്. നഗരത്തിൽ മഴ പെയ്യുമ്പോൾ റോഡിലെ വെള്ളം ഡ്രെയിനേജുകളിലൂടെ ഈ തോടുകളിലേക്കും കനാലുകളിലേക്കും പോകണം. അതായത് നഗരത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഈ തോടുകളിലേക്കും കനാലുകളിലേക്കും കൂടെയാണ് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ ആ തോടുകളും കനാലുകളും കോർപ്പറേഷന് ഡയറക്റ്റായിട്ട് ഇറങ്ങി വൃത്തിയാക്കാൻ പറ്റില്ല. അത് വൃത്തിയാക്കേണ്ടത് സർക്കാരാണ്. അത് ചളിയും മാലിന്യവും നിറഞ്ഞ് കവിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നഗരത്തിൽ വെള്ളം പൊങ്ങുക തന്നെ ചെയ്യും. പോരാത്തതിനും മേയർ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നഗരത്തിലെ കൺസ്ട്രക്ഷൻസ് മുഴുവൻ അശാസ്ത്രീയമായിട്ടാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്.
എന്തായാലും ആ അശാസ്ത്രീയമായിട്ടുള്ള കൺസ്ട്രക്ഷൻ, അതായത് ഇത്രയും കൊല്ലമായിട്ട് നടത്തിയ കൺസ്ട്രക്ഷൻസ് എല്ലാം റീകൺസ്ട്രക്ട് ചെയ്യണം, അതിന് സമയമെടുക്കും എന്ന് കൃത്യമായിട്ട് മേയർ പറയുന്നുണ്ട്. അപ്പോൾ മേയർ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യമായിട്ടും വി രാജേഷ് ഒരു സ്റ്റാറായിട്ട് ഉയർന്നു വരും BJPയുടെ. ഞാൻ സഖാക്കളോടാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു പെണ്ണ് കേസോ കഞ്ചാവ് കേസിലോ നമുക്ക് അദ്ദേഹത്തെ പെടുത്തണം. അങ്ങനെ പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്കിനി സ്കോപ്പുള്ളൂ. കാരണം നിങ്ങൾക്ക് അതല്ലേ അറിയാമല്ലോ. അല്ലാതെ അങ്ങേര് വികസനം കാണിക്കുന്നു, നമുക്കതിൻ്റെ മേലെ വികസനം കൊണ്ട് അതില്ലല്ലോ. പണക്കാരനിൽ നിന്നും പാവപ്പെട്ടവനിലേക്ക്, അതാണ് നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അതുകൊണ്ട് പാവപ്പെട്ടവ ഇവിടെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. വീണ്ടും വന്ന് ഭരിച്ചു മുടിക്കാനായിട്ട് ഇനി വി രാജേഷിന് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അങ്ങേര് ഇന്നിരുന്ന് ഭരിക്കും, നല്ലപോലെ ഭരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ആശാനാഥും ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ആശാനാഥും ഇപ്പോൾ ഒരു സ്റ്റാറായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇവർ രണ്ടുപേരെ എങ്ങനെയെങ്കിലും ഒതുക്കിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇവരെ ഒതുക്കാൻ ഇപ്പം ഭരണം കിട്ടിയില്ലെങ്കിൽ എളുപ്പമല്ലേ. ഇനിയിപ്പം VD സതീശനെ UDF MLA എല്ലാവർക്കും എതിരെ ട്രോളുകൾ ഇറക്കണം. അതിനിടയിൽ മേയർക്കെതിരെയും ട്രോളുകൾ ഇറക്കണം. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ഒരുപാട് ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. കാപ്സൂൾ ഫാക്ടറികൾ ഇനിയും ഒരുപാട് തുറക്കേണ്ടി വരും. ഫേസ്ബുക്കിൽ കിടന്ന് മെഴുകുന്ന സുഡാപ്പികളായിട്ടുള്ള അന്തങ്ങളും അന്തത്തിലും അന്തമായിട്ടുള്ള അന്തംകമ്പികളും ഒരുപാട് ഇനിയും പണിയെടുക്കേണ്ടി വരും. ബിസ്ക്കറ്റ് കടിച്ച് പറിക്കുന്നവനും, കാറിനകത്തിരിക്കുന്നവനും, ഷഡ്ഡി ഇട്ടുകൊണ്ട് ചെയ്യുന്നവനും, ഇടാതെ ചെയ്യുന്നവനും, കണ്ണാടി വച്ചിരിക്കുന്നവനും എല്ലാവരും ഇനി ഡബിൾ ഡ്യൂട്ടി എടുത്താൽ മാത്രമേ നമുക്ക് ഇനി എങ്ങനെയെങ്കിലും നമുക്ക് ഈ BJPയുടെ കോർപ്പറേഷൻ ഭരണത്തിന് എന്തെങ്കിലും ഒരു കേടുപാടുകൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. കാരണം നിങ്ങൾക്കിങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതി, ഗ്രൗണ്ടിലിറങ്ങി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഈ ജനപ്രീതി ഇങ്ങനെ കൂടുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ശരി.